ഒരാൾ കൊണ്ടു നടന്ന സ്ത്രീയെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത് സിനിമാ രംഗത്ത് വലിയൊരു സംഭവമൊന്നുമല്ല. ഒരാളൊമൊത്ത് ലിവിങ് ടുഗദർ ജീവിതം ആസ്വദിച്ച സ്ത്രീയെ മറ്റൊരാൾ വിവാഹം കഴിച്ച കഥ സംഭവം മലയാളത്തിലുണ്ട്. അത് സിനിമാ കേരള പറഞ്ഞിട്ടുമുണ്ട്. ജയഭാരതിയുടെ കഥ. ഹാരി പോത്തറുമായി ലിവിങ് ടുഗദർ ബന്ധം പുലർത്തിയ ജയഭാരതിയെ പിന്നീട് സത്താർ വിവാഹം കഴിച്ചു. തമിഴിൽ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 1980കളുടെ പകുതിയിൽ തമിഴിൽ തരംഗമായ നടനാണ് കാർത്തിക്. പഴയ നടൻ ആർ മുത്തുരാമന്റെ മകൻ. കാർത്തിക് അതിവേഗമാണ് തമിഴ് സിനിമയിൽ തരംഗമായി മാറിയത്. നന്നായി നൃത്തം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. റൊമാൻറ്റിക് നായകനായി കാർത്തിക് അതിവേഗം വളർന്നു. പിന്നീട് ആക്ഷൻ ഹീറോ വേഷങ്ങളും ചെയ്തു. കാർത്തികിന്റെ സ്വകാര്യ ജീവിതം എപ്പോഴും വിവാദമായിരുന്നു. ഭാര്യയുടെ അനുജത്തിയെ വിവാഹം കഴിച്ചു കാർത്തിക്. രാഗിണിയാണ് കാർത്തികിന്റെ ഭാര്യ. നടി കൂടിയായിരുന്നു രാഗിണി. രാഗിണിയുടെ അനുജത്തി രതിയും കൂടി കാർത്തിക് വിവാഹം കഴിച്ചു. സ്ത്രീ വിഷയത്തിലും മദ്യാസക്തിയിലും കാർത്തിക് അടിമയായിരുന്നു. സ്ത്രീകൾ കാർത്തികിന് ദൗർബല്യമായിരുന്നു. അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും കാർത്തിക് ഉപയോഗിച്ചിരുന്നതായി അക്കാലത്തെ മാധ്യമങ്ങൾ എഴുതി. എന്തായാലും കാർത്തിക് സിനിമയിൽ തിളങ്ങി നിന്നപ്പോൾ അക്കാലത്തെ സൂപ്പർ നടി ശ്രീപ്രിയയുമായി കാർത്തിക് പ്രണയത്തിലായി. ഇരുവരും തമ്മിൽ ഒരുമിച്ച് ജീവിച്ചു. ശ്രീപ്രിയയും കാർത്തികും തമ്മിലുള്ള ബന്ധം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞു, തകർന്നു. കാർത്തിക് ശ്രീപ്രിയയെ ഉപേക്ഷിച്ചു. കാർത്തിക് ഉപേക്ഷിച്ച ശ്രീപ്രിയയെ കെട്ടിയത് നടൻ രാജ്കുമാറാണ്. 80കളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു രാജ്കുമാർ. സുന്ദരനായ നടൻ രാജ്കുമാർ സേനാപതി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹത്തിൻ്റെ സഹോദരി തമിഴ്നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് MGR ലത എന്ന പേരിലാണ്. MGRന്റെ പ്രിയപ്പെട്ട നടിയായിരുന്നു ലത. മലയാളത്തിൽ ലവ് ഇൻ സിംഗപ്പൂർ, പാർവതി എന്നീ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ സജീവ സാന്നിധ്യമാകാൻ അവർക്ക് കഴിയുമായിരുന്നു. വയനാടൻ തമ്പാൻ അവർ അഭിനയിച്ച മറ്റൊരു ചിത്രമാണ്. പാർവതിയിൽ പ്രേം നസീർ ആയിരുന്നു അവരുടെ നായകൻ. ലവ് ഇൻ സിംഗപ്പൂരിലും പ്രേം നസീർ തന്നെ. വയനാടൻ തമ്പാനിൽ കമൽഹാസനായിരുന്നു നായകൻ. അത് വലിയ ഹിറ്റായിരുന്നു. ഈ പാർവതി ഒഴിച്ച് അവർ അഭിനയിച്ച 2 ചിത്രങ്ങളും ഹിറ്റായിരുന്നു. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം തച്ചിലേടത്ത് ചുണ്ടൻ എന്ന ചിത്രത്തിൽ അമ്മവേഷത്തിൽ അവർ തിരിച്ചെത്തി. ഏതായാലും രാജ്കുമാർ ശ്രീപ്രിയയുമായി പ്രണയത്തിലായി. കാർത്തിക് ഉപേക്ഷിച്ച് ശ്രീപ്രിയയെ രാജ്കുമാർ കെട്ടി. ശ്രീപ്രിയ പിന്നീട് തമിഴ്നാട്ടിൽ ഒരു തരംഗമാകുന്ന കാഴ്ചയാണ് കണ്ടത്. സിനിമയിലല്ല, രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഒക്കെ ശ്രീപ്രിയ ശക്തമായ ഇടപെടലുകൾ നടത്തി. കമൽഹാസൻ മക്കൾ നീതി മയ്യം എന്ന പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ മുന്നണി നേതാവായി ശ്രീപ്രിയ മാറി. ഇപ്പോഴും ശ്രീപ്രിയ തമിഴ്നാട്ടിൽ ശ്രദ്ധേയമായ സാന്നിധ്യമാണ്. സമകാലിക സംഭവ വികാസങ്ങളിൽ അവർ ശക്തമായ പ്രതിഷേധവും ശക്തമായ അഭിപ്രായവും പറയുന്നുണ്ട്. രാജ്കുമാറും ശ്രീപ്രിയയും തമിഴ്നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നുണ്ട്, നിർമ്മാണ കമ്പനി നടത്തുന്നുണ്ട്. രാജ്കുമാർ സിനിമയിൽ നിന്ന് ഔട്ടായെങ്കിലും ബിസിനസ്സിൽ അദ്ദേഹം വലിയ വിജയമാണ് നേടിയത്. ശ്രീപ്രിയ അതിന് കൂട്ടായി നിൽക്കുന്നു. അവർ അവരുടെ ബിസിനസ്സിൽ ഒരു ദുഷ്പേരും കേൾപ്പിച്ചിട്ടില്ല. ഇപ്പോൾ മാതൃകാ ദമ്പതികളായി അവർ കഴിയുന്നു. ശ്രീപ്രിയ കാർത്തികുമൊത്ത് കഴിഞ്ഞ ഒരു പഴയ കാലം ഇപ്പോൾ ഓർക്കുന്നുണ്ടാകില്ല. കാർത്തികിൻ്റെ അവസ്ഥയോ, കാർത്തിക് തമിഴ് സിനിമയിൽ നിന്നും ഔട്ടായി. കാർത്തിക് വിജയും അജിത്തും ഒക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ചെറു വേഷങ്ങൾ ചെയ്ത് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും
വളരെ ദയനീയമാണെന്ന് അടുത്തിടെ വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നു.